ജീവൻ രക്ഷാമരുന്നും ലൂക്കോസൈറ്റ് ഫിൽട്ടർ സെറ്റും അനിശ്ചിതമായി മുടങ്ങുന്നത് സംസ്ഥാനത്തെ തലാസീമിയ രോഗികളെ ദുരിതത്തിലാക്കുകയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തലാസീമിയ രോഗിയായ നഴ്സിംഗ് വിദ്യാർത്ഥി മരണപ്പെട്ടിരുന്നു. വിദഗ്ധ ചികിത്സ കിട്ടാതെയാണ് പെൺകുട്ടിയുടെ മരണമെന്ന ആരോപണവും ഉയരുന്നു. ഹൃദയത്തിൽ അപകടകരമായി ഇരുമ്പിന്റെ അംശം ഉയരുന്ന ഘട്ടത്തിലാണ് 75% തലാസീമിയ രോഗികളും മരണത്തിന് കീഴടങ്ങാറുള്ളത്. കഴിഞ്ഞ 2 പതിറ്റാണ്ടായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മാസത്തിൽ 2-3 തവണ രക്തം സ്വീകരിച്ചു വരികയായിരുന്നു നഴ്സിംഗ് വിദ്യാർത്ഥിയായ കൊയിലാണ്ടി സ്വദേശിനി തേജാലക്ഷ്മി. കരളിനും പ്ലീഹയ്ക്കും ഹൃദയത്തിനുമടക്കം ഗുരുതരമായ തകരാറുകൾ നേരിട്ടതാണ് തേജാലക്ഷ്മിയുടെ മരണത്തിനിടയാക്കിയത്. ജീവൻ രക്ഷാ മരുന്നുകളോ വിദഗ്ധ പരിശോധനയ്ക്കായുള്ള MRI പോലുള്ള സ്കാനിങ്ങുകളോ കുട്ടിക്ക് മതിയായ വിധം ഇവിടുന്ന് ലഭിച്ചില്ലെന്നാണ് തലാസീമിയ രോഗികളുടെ സംഘടന ഉൾപ്പെടെ ആരോപിക്കുന്നത്. ഇപ്പോൾ തന്നെ അവിടെ ലൂക്കോസൈറ്റ് ഫിൽട്ടർ സെറ്റോ ജീവൻ രക്ഷാ മരുന്നുകളോ ഇല്ലാതെ രോഗികൾ അങ്ങേയറ്റം ദുരിതം അനുഭവിക്കുകയാണ്. അവിടെ എന്നല്ല, പല ആശുപത്രികളും ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷക്കാലത്തിലധികമായി മരുന്ന് മുടങ്ങുകയും ഫിൽട്ടർ സെറ്റ് ലഭിക്കാതാവുകയും ചെയ്യുന്നതോടുകൂടി രോഗികളുടെ സ്ഥിതി വളരെ പരിതാപകരമായ അവസ്ഥയിലൂടെയാണ് കടന്നുപോയിരിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് രക്തബാങ്കിൽ ലൂക്കോസൈറ്റ് ഫിൽറ്റേർഡ് രക്തവിതരണം പലപ്പോഴും മുടങ്ങാറുണ്ട്. മാസത്തിൽ 2-3 ഫിൽട്ടർ സെറ്റ് ഓരോ രോഗിക്കും ആവശ്യമാണ്. മെഡിക്കൽ കോളേജിൽ ഇത് മുടങ്ങിയാൽ പുറത്തുനിന്നും 1500 വരെ മുടക്കി വാങ്ങേണ്ട ഗതികേടാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു ഹെമറ്റോളജി കേന്ദ്രമില്ലാത്തത് രോഗികൾക്ക് തിരിച്ചടിയുമാണ്. സംസ്ഥാനത്ത് രക്തജന്യ രോഗികൾക്ക് മതിയായ ചികിത്സാ സംവിധാനം ലഭ്യമല്ലാത്തതിനാൽ കർണാടകയെ ഉൾപ്പെടെ ആശ്രയിക്കുന്ന കുടുംബങ്ങളും ഏറെയാണ്. രോഗികൾക്ക് ഈ വിധി ആവർത്തിക്കാതിരിക്കാൻ മികച്ച ചികിത്സാ സൗകര്യം ഒരുക്കി നൽകണമെന്ന അഭ്യർത്ഥനയാണ് ഓരോ തലാസീമിയ രോഗികളുടെ കുടുംബവും മുന്നോട്ടുവെക്കുന്നത്. അമൃത ന്യൂസ്, കോഴിക്കോട്.